മാസം മുതൽ UPI നിയമങ്ങളിൽ മാറ്റം വരാൻ പോകുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞോ? ജനഹിതം 24x7 സ്വാഗതം. UPI ഇടപാടുകളിൽ ചില മാറ്റങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് കഴിഞ്ഞ ഏപ്രിലിൽ സർക്കുലർ വന്നിരുന്നു. ഇത് പ്രകാരമാണ് പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. പിൻ നമ്പറിന് പുറമെ മുഖം കാണിച്ചോ വിരലടയാളം ഉപയോഗിച്ചോ പണമിടപാട് നടത്താനുള്ള സംവിധാനവും UPI വൈകാതെ തന്നെ ഒരുക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ പരിശോധന നടത്തിയ ശേഷം റിസർവ് ബാങ്കിന്റെ അനുമതിയോടെയായിരിക്കും നടപ്പാക്കുക. ഇടപാടുകളുടെ സുരക്ഷയ്ക്കൊപ്പം പേയ്മെന്റിന്റെ വേഗതയും വിശ്വാസ്യതയും കൂട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ ഓഗസ്റ്റ് 1 മുതൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. കോവിഡ് കാലത്തോടെ വലിയ വേഗത്തിലാണ് ഡിജിറ്റൽ ഇന്ത്യ എന്ന കൺസെപ്റ്റ് വളർന്നത്. ഒരുപക്ഷെ അടുത്ത 10 വർഷം കൊണ്ട് ഡിജിറ്റലി സംഭവിക്കേണ്ട മാറ്റങ്ങളാണ് ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ വന്നിട്ടുള്ളത്. അതനുസരിച്ച് ജനങ്ങൾ ഒന്നാകെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയതുകൊണ്ട് തന്നെ ഇടപാടുകളുടെ എണ്ണം വലിയ തോതിൽ കൂടിയിട്ടുണ്ട്. ഇങ്ങനെ UPI പേയ്മെന്റ് കൂടിയപ്പോൾ ഇടപാട് നടക്കാതെ തടസ്സങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതോടെയാണ് നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ബാങ്ക് ബാലൻസ് ഇടയ്ക്കിടെ പരിശോധിക്കൽ, പേയ്മെന്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടൽ പോലുള്ള റിക്വസ്റ്റുകളുടെ എണ്ണം കൂടി എന്നാണ് വിവരം. ഇതാണ് പ്രധാനമായും ഇടപാടുകൾ നടക്കുന്നതിനിടയിലെ തടസ്സങ്ങൾക്ക് കാരണമെന്നാണ് കണ്ടെത്തൽ. ഇത്തരം ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാനാണ് പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്. ഇനി നിയമത്തിലെ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം തുടങ്ങിയ തേർഡ് പാർട്ടി മൊബൈൽ ആപ്ലിക്കേഷനുകളിലൂടെ അക്കൗണ്ട് ബാലൻസ് ദിവസം 50 തവണ മാത്രമേ ഇനി മുതൽ പരിശോധിക്കാൻ കഴിയൂ എന്നതാണ്. പെട്ടെന്ന് ബാലൻസ് അറിയാൻ കഴിയാതെ വന്നാലോ എന്ന ഭയം പലർക്കും ഉണ്ടാകും. ഓരോ സക്സസ്ഫുൾ UPI ഇടപാടിനും ശേഷം ബാങ്ക് അക്കൗണ്ട് ബാലൻസ് ആപ്ലിക്കേഷനിൽ കാണിക്കും. ഇത് നോക്കി മനസ്സിലാക്കിയാൽ തന്നെ ആവർത്തിച്ച് ബാലൻസ് പരിശോധിക്കുന്ന രീതി കുറയ്ക്കാൻ കഴിയും. മറ്റൊന്ന്, ഒരു UPI ആപ്ലിക്കേഷനിലൂടെ ഫോൺ നമ്പറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഒരു ദിവസം 25 തവണയിൽ കൂടുതൽ ചെക്ക് ചെയ്യാൻ കഴിയില്ല എന്നതാണ്. ഒപ്പം ബിൽ പേയ്മെന്റ്, സിപ്പ് തുടങ്ങിയ ഓട്ടോമാറ്റിക് ഇടപാടുകൾ നടത്താനായി ദിവസം 3 ടൈം സ്ലോട്ടുകൾ മാത്രമായിരിക്കും ലഭ്യമാവുക. ഈ സ്ലോട്ടുകൾ രാവിലെ 10 മുൻപ് ഒരെണ്ണം, ഉച്ചയ്ക്ക് 1 മണിക്കും 5 മണിക്കും ഇടയിൽ രണ്ടാമത്തേത്, രാത്രി 9:30 ശേഷം മൂന്നാമത് എന്നിങ്ങനെയായിരിക്കും. തിരക്കേറിയ സമയങ്ങളിലെ സെർവർ തിരക്കും കാലതാമസവും കുറയ്ക്കാൻ ഈ സമയക്രമത്തിലൂടെ സാധിക്കും. ഇതുവഴി ഇടപാടുകൾ കൂടുതൽ സ്വീകാര്യമാകും. നിയമത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന മറ്റൊരു മാറ്റം, ട്രാൻസാക്ഷൻ പെൻഡിങ് വന്നാൽ അതിന്റെ സ്റ്റാറ്റസ് പരിശോധിക്കുന്നത് പരമാവധി 3 തവണയായി കുറച്ചിട്ടുണ്ട് എന്നതാണ്. സാധാരണയായി ട്രാൻസാക്ഷൻ പെൻഡിങ് വരുമ്പോൾ തുടർച്ചയായി ചെക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ ഒരു തവണ പരിശോധിച്ച് 90 സെക്കൻഡ് കഴിഞ്ഞ് മാത്രമേ അടുത്ത റിക്വസ്റ്റ് നൽകാനാകൂ എന്നാണ് പുതിയ നിയമം പറയുന്നത്. പേയ്മെന്റ് സ്വീകരിക്കുന്നതിന് മുൻപ് തന്നെ സ്വീകർത്താവിന്റെ രജിസ്റ്റർ ചെയ്ത ബാങ്ക് പേര് ദൃശ്യമാകുമെന്നതാണ് മറ്റൊരു നിർണായകമായ കാര്യം. ഇത് പണമിടപാട് നടത്തുന്നതിലെ തെറ്റുകൾ ഒഴിവാക്കും. പുതിയ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുന്നതിന് കർശന നടപടിക്രമങ്ങൾ തുടരും. അക്കൗണ്ട് നിങ്ങളുടേതാണെന്ന് സ്ഥിരീകരിക്കുന്നതിന് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് അധിക പരിശോധനകൾ ആവശ്യമായി വന്നേക്കാം. ഇത്രയുമാണ് പുതിയതായി വരുന്ന മാറ്റങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ജനഹിതം 24x7 സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളും ഇൻഫർമേറ്റീവ് വീഡിയോകളുമായി വീണ്ടും കാണാം.